സഹപാഠികൾ തമ്മിലുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ എല്ലാ കാലത്തുമുള്ളതാണ്. അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പരസ്പരമുള്ള സാമൂഹികമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് പരസ്പരമുള്ള പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ. എന്നാൽ ഈ അടുത്ത കാലത്ത് പണ്ട് കാലങ്ങളിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവണത നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ സ്കൂളുകളിലും ഒക്കെ ആയിട്ട് പടർന്ന് പന്തലിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ അടുത്ത് വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഈ തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ സംഭവിച്ച ഒരു 2-3 വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ നടന്നതും അതുപോലെ കൽപ്പറ്റയിൽ നടന്നതും ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികളിൽ ഒരു അക്രമ വാസന വളർന്നു വരികയും അതൊരു പക പോലുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ അവൻ ഒരു എതിർ ടീമിനോട് അല്ലെങ്കിൽ ഒരു എതിരാളിയോട് മനസ്സിൽ വലിയ തോതിലുള്ള ഒരു പക വെച്ച് പുലർത്തുന്ന രീതിയിലേക്ക് കുട്ടികളുടെ മാനസികാവസ്ഥ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം പണ്ട് കാലത്തെ കുട്ടികളിൽ നിന്നും ഇപ്പോഴത്തെ ജനറേഷന് ഇത്തരം വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും അത് കൂടപ്പിറപ്പിനെ പോലെ കരുതേണ്ട, കൂടെ പഠിക്കുന്ന സഹപാഠിയെ കൊല്ലുവാൻ പോലും തയ്യാറാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്? ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടെന്ന ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ജോയ്സ് മാത്യു, എന്നോടൊപ്പമുള്ളത് സണ്ണി പീറ്റർ, റോജി ഇലവനങ്ങുഴി. സണ്ണി, നമ്മളിപ്പോൾ ഈ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് വളരെ ഈ കുട്ടികളെ കേന്ദ്രീകരിച്ച് വളരെയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ കുട്ടികൾ വളരെയധികം വയലൻ്റായി പോകുന്ന ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു മയക്കുമരുന്ന് മാഫിയയുടെയൊക്കെ പിടിയിൽപ്പെടുന്ന പോലത്തെയുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ശരിക്കും കുട്ടികളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കുട്ടികൾക്ക് ആവശ്യത്തിൽ ഉള്ള ഒരു നിരീക്ഷണ സംവിധാനം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ട ഒരു ട്രെയിനിങ്, ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു ട്രെയിനിങ് കുട്ടികൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ടോ ഈ ഇത്തരം സംഭവങ്ങളിൽ നിന്ന്? ഈ അടുത്ത ഒരാഴ്ചക്കിടയിലാണ് ഇത്തരത്തിലുള്ള വ്യാപകമായ പരാതികളൊക്കെ കുട്ടികൾക്കെതിരെ നടക്കുന്ന, അതിൽ സ്കൂൾ കുട്ടികളിലെ ആക്രമണങ്ങളെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ അടുത്ത ദിവസങ്ങളാണ് കൂടുതലായിട്ട് പുറത്തു വരുന്നത്. പക്ഷെ നമുക്കറിയാം, ഈ ഒരു 2 വർഷം മുമ്പ് നമ്മൾ നോക്കൂ, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ അവരുടെ സഹപാഠികൾ തന്നെയാണ് ആക്രമിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ടായി. ക്രൂരമായിട്ട് വെള്ളം ചോദിച്ചിട്ട് പോലും കൊടുക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നതാണ് വസ്തുത. ഇപ്പോൾ ഈ അടുത്തിടെ ഇപ്പോൾ പൈങ്ങോട്ടൂരാവട്ടെ, അതോടൊപ്പം തന്നെ വയനാട്ടിലെ പനമരമാകട്ടെ, തൃശ്ശൂരാകട്ടെ ഉണ്ടായ 1-2 സംഭവങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാലും നമ്മൾ ഈ കോവിഡിന് ശേഷം ഇത്തരത്തിലുള്ള ഈ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയിൽ തന്നെ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് അധ്യാപകരും പറയുന്ന ഒരു കാര്യമാണ്. ഈ കോവിഡിൻ്റെ ഒരു സമയത്ത് എല്ലാവരും തന്നിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമുണ്ടായി. മറ്റ് സാമൂഹിക ബന്ധങ്ങളും അടുപ്പങ്ങളൊക്കെ കുറയുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതോടുകൂടി കുട്ടികളുടെ ഒരു ഏകാന്തത വർദ്ധിക്കുകയും അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു മനോഭാവം വിദ്യാർത്ഥികളുടെ ഇടയിൽ വളർന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതെല്ലാം ആയിരിക്കാം ഇത്തരത്തിലുള്ള ഈ ഒരു അക്രമത്തിലേക്കും പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിലേക്കൊക്കെ മാറുകയും വലിയ ക്രൂരമായ അക്രമത്തിലേക്ക് സഹപാഠിയെന്നോ അല്ലെങ്കിൽ സമപ്രായക്കാരെന്നോ ഒരു ചിന്ത പോലും ഇല്ലാതെ, മുമ്പൊക്കെ സഹപാഠികളെന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രയാസം വന്ന, ഒരു സങ്കടം വന്ന അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലും കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അതെല്ലാം മാറി എല്ലാവരും തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു സമീപനം, ഒരു കാഴ്ചപ്പാട് വന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഈ അക്രമങ്ങളൊക്കെ വർദ്ധിക്കാൻ ഇടയായത് എന്ന് തോന്നുന്നു. പക്ഷേ അതനുസരിച്ച് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകരുടെ ഭാഗത്തുനിന്നോ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നോ ഒരു സമയം കണ്ടെത്താൻ കഴിയുന്നുമില്ല. അതനുസരിച്ചുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളോ ഒരു മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകാനും അധികാരികളും പരാജയപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ക്രൂരമായ രീതിയിൽ, ചെറിയ അക്രമങ്ങൾ. ഇപ്പം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങോട്ടൊക്കെ ചെറിയ നമ്മൾ അതൊരു കളിക്കൂട്ടിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ള അക്രമങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ കണക്ക് കൂട്ടിയുള്ള അക്രമങ്ങൾ, ഇപ്പം നമുക്കറിയാം ഈ പൈങ്ങോട്ടൂരുണ്ടായ സംഭവം, അത് അവിടെ ഒരു സ്കൂളിലൊരു വാർഷികമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ്. പിന്നീട് ആ കുട്ടി ബസ്സിൽ വന്ന് ഇറങ്ങുന്നത് ബസ് സ്റ്റോപ്പിനകത്ത് കാത്തുനിന്ന് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം, ഒരു നിഷ്ഠൂരം എന്ന് വെച്ചാൽ കണ്ണിൽ ചോരയില്ലാത്തെന്നൊക്കെ പറയില്ലേ. മുമ്പൊക്കെ ഒരു സ്കൂൾ കുട്ടികൾ ഇങ്ങനെ ചെയ്യുമോ എന്ന്
നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുട്ടികളിൽ ഉണ്ടായ ഒരു മാനസികമായ ഒരു മാറ്റത്തിൻ്റെ ഫലമായിട്ടേ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും സനീപ് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം, അതായത് നമ്മുടെ നാട്ടിൽ, അതായത് പണ്ട് കാലവും ഇപ്പോഴത്തെ നമ്മളൊക്കെ ചെറുപ്പമായിരുന്ന ജനറേഷനും ഇപ്പോഴത്തെ കുട്ടികളുടെ ആ ഒരു സാമൂഹിക അവസ്ഥയും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അന്നൊക്കെ എല്ലാവരും പരസ്പരം അടിച്ചും അടികൊണ്ടും കളിച്ചും ചിരിച്ചും ഒക്കെ ആയിരുന്നു വളർന്നു വന്നിരുന്നത്. അല്ല, അതൊക്കെ ആ ദിവസത്തോടെ തീർന്നു. അതൊരു വൈരാഗ്യമായി മനസ്സിൽ കൊണ്ടു നടക്കുകയോ അതിൻ്റെ പേരിലൊരു പക തീർക്കലോ അതിൻ്റെ പേരിൽ ഒരു വിജയം നേടലോ, ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പേരിൽ ആധിപത്യം നേടി നമ്മളൊരു ഹീറോയായി മാറുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ എല്ലാ സ്കൂളുകളിലും അങ്ങനെ അത്തരത്തിലുള്ള ഒരു കളിക്കൂട്ടിൻ്റെ ഭാഗമായിട്ട് പിണക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആ ഒരു സമയത്തോടെ അന്നത്തോടെ തീർന്നു. ഇതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ഉണ്ടായ ഒരു പ്രവണതയായിട്ട് തോന്നുന്നത്. ഇപ്പൊ അതിനെ ഞാൻ പറഞ്ഞു, അതായത് പരസ്പരമുള്ള സഹജീവി സ്നേഹം അത് പണ്ട് കാലത്ത് നല്ല ആഴത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ലാത്തതിന്റെ കാരണം എനിക്ക് തോന്നുന്നു ഈ ചെറിയ കുടുംബങ്ങൾ, 1-2 കുട്ടികളുള്ള അല്ലെങ്കിൽ ഒരു കുട്ടി മാത്രമുള്ള ഒരു കുടുംബം, അങ്ങനെ ഈ ഒരു ഫ്ലാറ്റിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന, അല്ലെങ്കിൽ ഒരു മൊബൈലിന്റെ ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന, ഇനിയിപ്പോൾ അതുമല്ല എങ്കിൽ ലഹരിയുടെ ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന തരത്തിലുള്ള ബാല്യങ്ങൾ, നമ്മുടെ സ്കൂൾ കുട്ടികൾ പോലും ലഹരി വൻതോതിൽ ഉപയോഗിക്കുന്നതായിട്ട് കേരളത്തിൽ വൻതോതിൽ ഉപയോഗിക്കുന്നതായിട്ട് വാർത്തകളൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നതാണ്. അതുപോലെ സ്കൂൾ കുട്ടികളെയും കോളേജ് കുട്ടികളെയും എത്രയോ പേരെ പോലീസ് പിടിച്ചിട്ടുള്ള കേസുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ, അതായത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും മാതാപിതാക്കൾക്ക് വേണ്ട വിധത്തിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യങ്ങൾ, അതായത് അവരെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമായിരിക്കും, പക്ഷേ സ്വന്തം മക്കളുടെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം. അതുപോലെ തന്നെ അധ്യാപകരെ, എനിക്ക് തോന്നുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അല്ലെങ്കിൽ ഒരുപാട് കാലം പഴക്കമുള്ള ഒരു അധ്യാപന ശൈലി തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ശരിക്കും ഓരോ ജനറേഷൻ അനുസരിച്ച് പൊളിച്ചെഴുതേണ്ടതുണ്ട്. ഓരോ മാറി വരുന്ന ജനറേഷനും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ കാര്യങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഓരോ ജനറേഷൻ അനുസരിച്ച് പൊളിച്ചെഴുതേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പോൾ പണ്ട് നമ്മളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് മൊബൈൽ ഫോണോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേറെ കൂട്ടുകാരും അല്ലെങ്കിൽ നമ്മുടെ പാടത്തെ കളികളും കാര്യങ്ങളും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലായിരുന്നു നമ്മൾ സമയം ചെലവിട്ടിരുന്നത്. പക്ഷെ ഇപ്പം കാലം മാറി, കുട്ടികളുടെ ചിന്താ രീതികൾ മാറി, അതിനനുസരിച്ചുള്ള പാഠ്യപദ്ധതികൾ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിൽ വേറൊരു ചോദ്യം നിൽക്കുന്നത്, നമ്മളിപ്പോൾ ഒരു മൈനർ ആയിട്ടുള്ള ഒരു വ്യക്തി ഇതുപോലൊരു ക്രൈം ചെയ്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നിയമം നൽകുന്ന ചില പരിരക്ഷകളുണ്ട് റോജി. അതായത് നമുക്കറിയാം, ഒരു മൈനർ ആയിട്ടുള്ള ഒരാൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഫോട്ടോയോ വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും പുറത്തു വരത്തില്ല. അപ്പോൾ ശരിക്കും അവരവിടെ ഒരു സേഫ് സോണിലാണ്. എന്ത് സംഭവിച്ചാലും ശരി, എനിക്ക് എൻ്റെ ഐഡന്റിറ്റി പുറത്താവില്ല എന്നുള്ളൊരു തോന്നലുണ്ട് അവിടെ. ഓക്കെ, അത് നല്ലതാണ്. കാരണം നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയുടെ അവനൊരു തെറ്റ് ചെയ്തു, അറിവില്ലാത്ത കാലത്ത് ഒരു തെറ്റ് ചെയ്തു എന്ന് വെച്ച് ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയെ തകർക്കാനോ അല്ലെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന ജീവിതം തകർക്കാനോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും അതുപോലുള്ള ചില നിയമവശങ്ങൾ ഇവർക്കൊരു ഒരു സംരക്ഷണ കവചം ഒരുക്കുന്നില്ലേ എന്നൊരു തോന്നൽ ശരിക്കും ഇല്ലേ? തീർച്ചയായിട്ടും ജോയ്സ്, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ തമ്മിൽ തല്ലുകൂടി തന്നെയാണ് വളരേണ്ടത്. പക്ഷേ പക മനസ്സിൽ വെച്ച് ഇത്ര ക്രൂരമായ രീതിയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. ഇതിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു കുട്ടിയെ കൊണ്ട് കാല് പിടിപ്പിച്ച് മാപ്പ് പറയിപ്പിക്കുന്ന ഒരു വീഡിയോ. ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ആണെങ്കിലും അവരുടെ കൂടെയുള്ള ആൾക്കാരുടെയും നെഞ്ചു പൊട്ടിപ്പോകുന്ന കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. അപ്പോൾ ഈ കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പക, അത് മാത്രമല്ല ഇവർക്കതിൽ തോന്നലാണ് ഇതെല്ലാം സാധാരണമാണ്. കാരണം ഈ കോവിഡാനന്തരമുള്ള ജനറേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ സണ്ണി പീറ്റർ സൂചിപ്പിച്ചതുപോലെ അവർ ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം കൂടി. അതുകൊണ്ട് തന്നെ അവർ കാണുന്ന ചിത്രങ്ങൾ, കാണുന്ന വീഡിയോകൾ, അവർ ചെയ്യുന്ന മൊബൈൽ ഗെയിമുകൾ എല്ലാം ഇങ്ങനെയുള്ളതാണ്. അപ്പം ഈ ക്രൈം ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അതായത് ഞാൻ ചെയ്യുന്ന തെറ്റെന്താണോ അതിനെ സ്വാധീകരിക്കാൻ പറ്റുന്ന ഒന്ന്, അതായത് ഞാൻ ചെയ്യുന്നത് നല്ലത് മാത്രമാണ് എന്ന ഒരു തോന്നൽ ഉണ്ടാവുകയാണ്. അവിടെയാണ് ചില ഹീറോ പരിവേഷങ്ങൾ ഉണ്ടാവുകയും ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇത് സ്വാഭാവികമായൊരു നടപടിയാണ്, ഇങ്ങനെ ചെയ്യണം എന്നൊരു ചിന്തയും കുട്ടികളുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് മറ്റുള്ള ഒരാളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഒരു ആധിപത്യം അവിടെ സ്ഥാപിക്കുക എന്നുള്ളൊരു മനസ്സിലേക്കാണ് വരുന്നത്. അതിന് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ 2014 മുതൽ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 2014 മുതൽ 2016 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ
ആ ഒരു വർഷം രജിസ്റ്റർ ചെയ്ത കേസുകൾ, ഈ കുട്ടി ക്രിമിനൽ കേസുകൾ എന്ന് പറയുന്നത് 500 മുതൽ 700 വരെയായിരുന്നു. പിന്നീട് 2017 മുതൽ 2019 വരെ വന്നൊരു സമയത്ത് അതിന് കുറച്ച് കുറവുണ്ടായി, 450-നും 550-നും ഇടയിലായിരുന്നു. പിന്നീട് വന്നത് 2020 അത് കോവിഡിൻ്റെ ഒരു കാലഘട്ടമാണ്. എല്ലാ സ്ഥലങ്ങളിലും നിയന്ത്രണങ്ങളുള്ള ഒരു കാലഘട്ടം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും വീട്ടിൽ അടച്ച് ഇരുന്നു കൊണ്ട് എന്താണോ ഉള്ളത് ചക്കപ്പുഴുക്കൊക്കെ കഴിച്ച് അല്ലേ, അങ്ങനെ കഴിച്ച് വളരെ നിയന്ത്രണം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ സമയത്ത് പോലും, ആ ഒരു വർഷം പോലും കുട്ടി ക്രിമിനലുകളുടെ എണ്ണം, കുട്ടി ക്രിമിനലുകൾ എന്ന് പറയുന്നില്ല, ഈ ക്രിമിനൽ നടപടികളിലേക്ക് പോയ കുട്ടികളുടെ എണ്ണം, കേസുകൾ എന്ന് പറയുന്നത് 350 അതിനുശേഷം കോവിഡ് കഴിഞ്ഞു, നിയന്ത്രണങ്ങളെല്ലാം പോയി തുടങ്ങി. ആ സമയത്ത് 2021-23 കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് 500-ന് മുകളിലേക്ക് പോയി. അതായത് ഈ 331 കേസുകൾ മാത്രം 2019 രജിസ്റ്റർ ചെയ്തത്. ആ 2019 കഴിഞ്ഞ് 2021 വന്നപ്പോൾ 550-ന് മുകളിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ വിചാരിക്കുകയാണ് ഇതെല്ലാം സ്വാഭാവികമായ ഒരു കാര്യമാണ്, എല്ലായിടത്തും ചെയ്യുന്നൊരു കാര്യമാണ്. ഗെയിമുകൾ അവനെ വളരെയേറെ സ്വാധീനിക്കും. പണ്ട് കാലത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, എൻ്റെ നാട്ടിൻപുറങ്ങളിലായതുകൊണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചേട്ടന്മാർ എറിഞ്ഞ കുറ്റിബീഡി എടുത്ത് ഒളിച്ചിരുന്ന് വലിക്കുന്ന ചേട്ടന്മാർ. ആ നാട്ടിൻപുറത്ത് അവരായിരുന്നു ഏറ്റവും വലിയ ക്രിമിനൽ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. പക്ഷേ ഈ കാലഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതെല്ലാം മാറ്റി. ഈ കാലഘട്ടം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയി. MDMA അടക്കമുള്ള സിന്തറ്റിക് ഡ്രഗ്സ് അടക്കമുള്ള ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി. ഈ ഡ്രഗ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയെ തല്ലിയ മക്കളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ചെറിയ കാരണത്തിന് പോലും കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അമ്മയുടെ വാരിയലുകൾ അടിച്ചൊടിക്കുന്ന ഒരു കേസ് നമ്മൾ കണ്ടതാണ്. അതിന് പറയുന്നത് അവർ കഞ്ചാവിന് അടിമയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതേപോലെയുള്ള ലഹരിയുടെ വലിയ രീതിയിലുള്ള കടന്നുകയറ്റം, അക്രമവാസന കുട്ടികളിലേക്ക് ഉണ്ടായി. ആ അക്രമവാസന ഉണ്ടാവുകയും അവനുള്ളിലുണ്ടായിരുന്ന കുറേ മൂല്യങ്ങളുണ്ട്, കരുണ, ദയ, സഹജീവികളുടെ സ്നേഹം. ഇതൊന്നും ഇല്ലാതെ ഞാൻ ആധിപത്യം പുലർത്തുന്ന ഒരു സാമ്രാജ്യം അവൻ സ്വയമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായി വേണ്ടത് അവൻ എവിടെ വിജയിക്കുക എന്നുള്ളതാണ്. ഈ വിജയിക്കുന്നതിന് വേണ്ടിയാണ് സഹപാഠികളെ ക്രൂരമായ രീതിയിൽ ഇവർ അതിക്രമിക്കുന്നതും കൊല്ലാക്കൊല ചെയ്യുന്നതും. ഇതൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കാം ഇത് സംഭവിക്കുന്നത്. 2-3 കാര്യങ്ങളാണ് അതിനകത്തുള്ള. ഒന്ന്, നേരത്തെ ജോയ് സൂചിപ്പിച്ചത് അവൻ്റെ വീട്ടിലുള്ള ഒറ്റപ്പെടൽ. ആ ഒറ്റപ്പെടൽ അവൻ ആശ്രയിക്കുന്ന കുറച്ച് വീഡിയോസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ നിന്നും അവൻ സ്വയം പ്രേരിതനായിക്കൊണ്ട് ഞാൻ മറ്റുള്ളവരിൽ ഒരു ഹീറോ ആകണം എന്ന ഒരു ചിന്ത ഉണ്ടായി വരുന്നു. എൻ്റെ ഹീറോയിസം എങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ പറ്റും, എങ്ങനെ അവർ എൻ്റെ കാൽച്ചൂട്ടിലായിരിക്കാൻ പറ്റും എന്ന ചിന്ത വല്ലാണ്ട് വിരളി പിടിപ്പിക്കുമ്പോഴാണ് പലപ്പോഴും ഇതുപോലെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാവുക. ഇതിനെ ചെയ്യാൻ പറ്റുന്നത് സ്കൂളുകളിൽ ശക്തമായ രീതിയിലുള്ള കൗൺസിലിംഗ് വേണം. അത് ആ നിർബന്ധിതമായൊരു കൗൺസിലിംഗ് തന്നെ ആയിരിക്കണം. പലപ്പോഴും കൂടുതലായിട്ട് പെൺകുട്ടികൾക്ക് ഈ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ബോയ്സിന് കൊടുക്കുന്നില്ല? ഈ നിർബന്ധമായും എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നിർബന്ധമായും കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്തിരിക്കണം. അവിടെ അധ്യാപകർ, രണ്ടാമത്തെ സ്കൂളാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള അവൻ്റെ രണ്ടാമത്തെ വീടാണ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപകർ അത്രയും അലേർട്ടായിരിക്കുകയും ഈ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു കൗൺസിലിംഗ് നൽകുകയും വേണം. നേരത്തെ ജോയ്സ് പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ഭയങ്കര തിരക്കാണ്. ഈ തിരക്കിലൊക്കെ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, പിള്ളേർ ശ്രദ്ധിക്കാതെ. അപ്പോൾ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും, A to Z കാര്യങ്ങളും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിൻ്റെ കാരണം ഇപ്പോഴത്തെ പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് വല്ലാത്തൊരു സ്റ്റൈലാണ്. അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊച്ചിന് ഫോൺ കാണിച്ചു കൊടുക്കുന്ന അമ്മമാരുടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. ആ ഫോണിന് അടിമയാകുകയാണ് ചെറുപ്പം മുതൽ തന്നെ. പിന്നെ അമ്മ എങ്ങോട്ടേലും പോകുമ്പോൾ ഫോൺ കൊടുക്കുന്നു, കുട്ടി എന്ത് കാണുന്നുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല. അങ്ങനെ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ഈ പ്രവണതകളെല്ലാം അതിക്രമത്തിന് കാരണമാവുകയും മറ്റുള്ളവരെ കണ്ടമാനം ഉപദ്രവിക്കുന്നതിന് കാരണമാകും. അപ്പം അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള കൗൺസിലിംഗ് സ്കൂളുകളിൽ ആദ്യം കൊടുക്കണം. പിന്നെ പേരൻറ്റിങ് സ്റ്റൈൽ മാറേണ്ടിയിരിക്കുന്നു. ഈ 2 കാര്യങ്ങളുമാണ് ബേസ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം രണ്ടാമത്താണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം സമൂഹ ബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് ഇപ്പം ഏറ്റവും കൂടുതൽ 16 മുതൽ 18 വയസ്സ് വരെയുള്ള കൗമാരക്കാരായ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള നടപടികളിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അവരുടെ പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ബോധ്യമുള്ള ആളുകളാക്കി ഇവരെ മാറ്റുക. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഡ്രിൽ എന്ന് പറയുന്നൊരു പീരീഡ് ഉണ്ട്. പക്ഷേ ആ സമയത്ത് എല്ലാവരും കളിക്കാൻ പോകോ എന്ന് പറഞ്ഞു വിടുക. പക്ഷേ അങ്ങനെ ആയിരിക്കരുത്. കായികമായോ കലാപരമായോ അവൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ അധ്യാപകർ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് അതിനെ ആ വഴിയിലേക്ക് വിടുന്നതിന് അധ്യാപകർ കഴിയണം.
ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന എന്ത് കഴിവുണ്ടോ അത് കണ്ടെത്താൻ പറ്റുന്നില്ല ഒരു അധ്യാപകരെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ക്രിമിനൽ വാസനകൾ അവിടെ ഉദിക്കുകയാണ്. അതേ സ്നേഹം, ക്ഷമ, ദയ എന്ന് പറയുന്ന മൂല്യങ്ങൾ ഇല്ലാതാകുന്ന എവിടെയോ അവിടെ അക്രമവാസന, ക്രിമിനൽ മൈൻഡ് ഉടലെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൗമാരക്കാരായ നമ്മുടെ വിദ്യാർത്ഥികളെ സ്കൂളിലും അതേപോലെ വീട്ടിലും ശക്തമായ രീതിയിലുള്ള കൗൺസിലിങ്ങും അവർക്ക് ശ്രദ്ധ കൊടുക്കുകയും വേണം. എന്നെ ആരും ശ്രദ്ധിക്കാനില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല എന്നൊരു തോന്നലാണ് പലപ്പോഴും പല കുട്ടികളും വഴിതെറ്റി പോകുന്നത്. അതുകൊണ്ട് അവർക്കുണ്ടായി കൊടുക്കേണ്ടത്, നിന്നെ കേൾക്കാൻ, നീ പറയുന്നത് കേൾക്കാൻ ഞങ്ങളുണ്ട് ഇവിടെ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇങ്ങനെ കുട്ടികളെ ഈ ക്രിമിനൽ നടപടികളിൽ നിന്ന് പിന്തിരിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇപ്പോൾ റോജി പറഞ്ഞതുപോലെ, അതായത് ശരിക്കും കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ട മോണിറ്ററിങ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനൊരു സൊല്യൂഷൻ. അതായത് ഒരു കുട്ടി എങ്ങോട്ട് തിരിയുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിജയം തന്നെയാണ്. അതുപോലെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സാഹചര്യങ്ങളാണ് അവനെ ഏത് വഴിക്ക് തിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് തന്നെ. ഒരാൾ ഒരു ക്രിമിനൽ ആവണമെങ്കിൽ അതിന് അവന്റെ ചുറ്റുപാടും, അവൻ ചെറുപ്പം തൊട്ട് വളർന്നു വന്ന അവന്റെ സാഹചര്യമാണ് അവനെ ക്രിമിനൽ ആക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾ നല്ലൊരു വ്യക്തി ആവണമെങ്കിൽ, അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തി ആവണമെങ്കിലും ഇതേ സാഹചര്യങ്ങൾ തന്നെയാണ് അവനെ അതിലേക്ക് എത്തിക്കുന്നതെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ പുറത്തു വന്ന കൽപ്പറ്റയിലെ ആ ഒരു സംഭവം, അത് കുട്ടികൾ തന്നെ ചിത്രീകരിച്ച് റീൽസ്, അതിപ്പോൾ സമൂഹത്തിൽ വലിയൊരു സംസാര വിഷയമാകുന്ന സംഭവമാണല്ലോ റീൽസ്. കുട്ടികൾ തന്നെ ഈ കൂടെ പഠിക്കുന്ന സഹവിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന വീഡിയോ റീൽസ് ആയിട്ട് ചിത്രീകരിച്ച് അത് സാമൂഹിക മാധ്യമങ്ങളിൽ ഇട്ടു. റോജി പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോ ഒരു നിസാരവൽക്കരിക്കുകയാണ്. ഇപ്പോൾ ഈ രണ്ടോ തല്ലു കൊടുത്താലും കുഴപ്പമില്ല, അവനെ കൊന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഇതൊക്കെ ശരിക്കും. പക്ഷെ ആ വീഡിയോയുടെ അവസാന ഭാഗം പല മാധ്യമങ്ങളും ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് പുറത്തു വിട്ടതെന്നുള്ളതാണ് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നത്. അതായത് ഒരു മതപരമായിട്ടുള്ള ഒരു വേർതിരിവ് കൂടി ആ കുട്ടികൾ അവിടെ നടത്തി എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയത്തില്ല. പക്ഷെ ആ വീഡിയോ, അതിന്റെ യഥാർത്ഥ ഫുൾ ലെങ്ത് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ പലപ്പോഴും പോയിട്ടുള്ളതാണ്, നമുക്കത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നതാണ്. അതായത് ആ ഫുൾ ലെങ്ത് വീഡിയോയിൽ അവസാന ഭാഗത്ത് പറയുന്നതാണ്, ഈ അടി കൊള്ളുന്ന വിദ്യാർത്ഥിയോട് ഹല്ലേലൂയ വിളിക്കാൻ വേണ്ടിയിട്ട്, നീ വിളിക്കാൻ വേണ്ടിയിട്ട് നിന്നെ തല്ലുകയാണ്, നീ ഹല്ലേലൂയ വിളിക്കട എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ തല്ലുകയാണ്. അതുപോലെ ഒരു തല്ലുന്ന വിദ്യാർത്ഥിയോട് കൂടെ ഉള്ള വീഡിയോ ചിത്രീകരിക്കുന്ന വിദ്യാർത്ഥി പറയുകയാണ്, 3 വട്ടം കറങ്ങി തല്ലിയില്ല എങ്കിൽ യേശു നിന്നെ കൊല്ലും. മനസ്സിലായോ? അതായത് ഒരു മതപരമായിട്ടുള്ള ഒരു സംഭവം അതിലേക്ക് വലിച്ചഴിക്കേണ്ട യാതൊരു കാര്യവും അവിടെ സ്വാഭാവികമായിട്ടും ഇല്ല. ഇപ്പോൾ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ അത് ഒക്കെ പറഞ്ഞു തീർക്കുവോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനെ വെച്ച് തല്ലി തീർക്കുവോ, അത് എങ്ങനെയാണെങ്കിലും ശരി, അവിടെ ഒരു മതപരമായിട്ടുള്ള ഒരു വേർതിരിവിന് യാതൊരു വിധത്തിലും സ്ഥാനമില്ല ശരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു മതം വലിച്ചിടുന്ന ഒരു തരത്തിലേക്ക് ഈ കുട്ടികൾ, ഇത്രയും ചെറിയ കുട്ടികൾ ഇങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉദിച്ചതെന്ന് ശരിക്കും എനിക്ക് തോന്നിയത്? എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലടക്കം ഇപ്പോൾ ലോകം മുഴുവനും നടക്കുന്ന ഒരു മത വേർതിരിവുണ്ട്. എൻ്റെ മതത്തിലല്ലാതെ പുറത്തു നിന്നുള്ള ഒരാളെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ, തല്ലാം കൊല്ലാം എന്നുള്ളൊരു മാനസികാവസ്ഥ, അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളർന്നു വരുന്ന ഒരു സംഭവം തന്നെയാണ്. അതിന് പല കാരണങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ പല തീവ്രവാദികൾക്കും കൊടുക്കുന്ന ഒരു ഹീറോ പരിവേഷം ഒക്കെ ഇതിന് ഒരു കാരണമാകുന്നുണ്ട്. അതായത് കുട്ടികളുടെ പണ്ടത്തെ നമ്മുടെയൊക്കെ ഹീറോസ് എന്ന് പറയുന്നത് സൂപ്പർമാനും ശക്തിമാനും ഒക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളുടെ, അല്ലെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കളുടെ അടക്കം ഹീറോസ് വരുന്നത് തീവ്രവാദികളാണ്. ഹമാസ് തീവ്രവാദികളെയൊക്കെ ആനപ്പുറത്ത് കയറ്റിയ നാടാണ് നമ്മുടേത്. അപ്പോൾ അതൊക്കെ എത്രത്തോളം പിഞ്ചു മനസ്സുകളിൽ ആഴത്തിൽ കുത്തിക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഈ സമൂഹത്തിൻ്റെ വല്ലാത്തൊരു മാറ്റമുണ്ട്. ജോയ്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ കുട്ടികൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിലും പലപ്പോഴും അതിലേക്ക് വർഗീയതയെ വലിച്ചിടുന്ന ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും നാട്ടിൽ. അത് തന്നെ നമ്മുടെ കുട്ടികളുടെ ഇടയിലും അവരുടെ മനസ്സിനെയും കണ്ടമാനം അത് ബാധിക്കും. ഇപ്പോൾ പിള്ളേർ തമ്മിൽ തല്ലുകൂടുമ്പോൾ അത് വീഡിയോ ചിത്രീകരിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, എത്രയോ ഭീകരമാണ് അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ സൈബർ ഇടങ്ങളിലെ കുറ്റവാളികളുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 40% മുകളിലാണ്. കഴിഞ്ഞപ്പോൾ ഒരു 5 വർഷം എടുക്കുകയാണെങ്കിൽ 40% വർധന ഉണ്ടായി ഈ സൈബർ ഇടങ്ങളിലെ കുറ്റവാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈബർ ഇടങ്ങളിൽ ഉള്ള കാര്യങ്ങൾ ഇവരുടെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ അതിന് ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമായും ഇവിടെ നോക്കേണ്ടത് മാതാപിതാക്കളും അധ്യാപകരും ഇവരുടെ ഫോൺ ഉപയോഗം, ഇവരുടെ ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗങ്ങൾ എല്ലാം നിയന്ത്രിച്ചാൽ പല രീതിയിലുള്ള പ്രതിസന്ധികളിലേക്കും പോകും. അതിന് പകരം എന്തവർ ചെയ്യുന്നു എന്ന് ശക്തമായ രീതിയിലുള്ള മോണിറ്ററിങ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് പേരൻസ് നോക്കേണ്ടത്. ഒരു ഡിജിറ്റൽ പേരൻറ്റിങ് സംസ്കാരം തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. നമ്മുടെ നാട്ടിലിപ്പോൾ പൊതുവെ സ്കൂളുകളൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ പഴയ രീതിയിലുള്ള സ്കൂളുകളല്ല, എല്ലാം തന്നെ ഇൻ്റർനാഷണൽ സ്കൂളുകളിലേക്ക് മാറി.
ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്കൂളുകളിലേക്ക് മാറുമ്പോൾ എന്ന് പറയുമ്പോൾ ആകെ ഒരു മാറ്റം ഉണ്ടാകുന്നത് ആ കുട്ടികളുടെ വേഷവിധാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. വേഷവും ടൈയും കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണലായി കഴിഞ്ഞു എന്നൊരു ധാരണയാണ് നമ്മുടെ നാടുകളിലെ സ്കൂളുകളിലൊക്കെ തന്നെ ഉള്ളത്. പക്ഷേ ഈ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ആ മറ്റു രാജ്യങ്ങളിലെ ആ ഒരു സംസ്കാരവും കൾച്ചറും അവിടുത്തെ ഒരു രീതിയൊന്നും നമ്മൾ പലപ്പോഴും സ്വീകരിക്കാറില്ല. പക്ഷേ അവിടുത്തെ ക്രിമിനൽ വാസകളും അവിടുത്തെ ആ കുറ്റങ്ങളൊക്കെ നമുക്ക് പകർത്താൻ കുട്ടികൾക്ക് വലിയ താല്പര്യവുമാണ്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ നമുക്ക് പലപ്പോഴും അറിയാം, സ്കൂൾ വിദ്യാർത്ഥി അവൻ്റെ അവൻ്റെ കൂടെ പഠിക്കുന്നവരെ തോക്കെടുത്ത് 5 പേരെ കൊന്നു അല്ലെങ്കിൽ 10 പേരെ കൊന്നു. അതൊക്കെ നമ്മൾ അതേപടി ഇവിടെ പകർത്താൻ പല വിദ്യാർത്ഥികൾക്കും വലിയ താല്പര്യമാണ്. പക്ഷേ അവിടുത്തെ ഒരു പെരുമാറ്റ രീതിയും അവരുടെ ഒരു ജീവിത രീതിയും ഒക്കെ സ്വീകരിക്കാൻ പലപ്പോഴും നമ്മുടെ കുട്ടികൾ വൈമുഖ്യം കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു നിയമപരമായ ഒരു ബോധവൽക്കരണം ഈ സ്കൂൾ കുട്ടികൾക്ക് ലീഗലായിട്ടുള്ള ഒരു ബോധവൽക്കരണം നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടതില്ല എന്ന് അവരെ ചെറുപ്പം തൊട്ട് തന്നെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ന് ഈ വളർന്നു വരുന്ന കുട്ടികളാണ് നാളത്തെ ഈ പൗരന്മാരും അതോടൊപ്പം തന്നെ നാളത്തെ മാതാപിതാക്കളുമായി മാറേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്, പക്ഷെ നല്ല തിരിച്ചറിവുകൾ കിട്ടാതെ പോകുന്നു. ആ തിരിച്ചറിവുകൾ കിട്ടാതെ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്രിമിനലായിട്ടുള്ള വാസനകളൊക്കെ കുട്ടികളിൽ വർദ്ധിക്കാൻ ഇടയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപകരും ഈ രക്ഷിതാക്കളും ഒക്കെ തന്നെ ഈ കുട്ടികളെ കൂടുതൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നതിനും സമാധാനത്തോടെ ഒരു വിദ്യാഭ്യാസം പൂർത്തിയാക്കാനും അതോടൊപ്പം ഒരു സന്തോഷകരമായ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം അവർ നയിക്കാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാകണം. എപ്പോൾ നോക്കിയാലും നമ്മൾ അത് പഠിക്കുക, ഇത് പഠിക്കുക, ഹോംവർക്ക്, അങ്ങനെ എപ്പോഴൊരു പഠനം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് രക്ഷിതാക്കൾക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും ഉള്ളത്. പക്ഷേ അവരുടെ ആ കുട്ടിയുടെ ഒരു സമാധാനവും സന്തോഷത്തെക്കുറിച്ചൊന്നും പലപ്പോഴും ഇവർ ഉത്കണ്ഠപ്പെടാറുമില്ല എന്ന് തോന്നുന്നു. പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് കിട്ടി, അവൻ വലിയൊരു അല്ലെങ്കിൽ മിടുക്കൻ ആണ് എന്നൊരു ചിന്ത. പക്ഷേ അവൻ്റെ ഒരു പെരുമാറ്റം എങ്ങനെയാണെന്നോ, അവൻ മറ്റുള്ളവരോട്, മുതിർന്നവരോട് എങ്ങനെ പെരുമാറുന്നു, അധ്യാപകരോട് എങ്ങനെ പെരുമാറുന്നു, രക്ഷിതാക്കളോട് എങ്ങനെ പെരുമാറുന്നു, വീട്ടിലെ പ്രായം ചെന്ന ആളുകൾക്ക് എങ്ങനെ പെരുമാറുന്നു, പൊതുസമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നു, ഈ വക കാര്യങ്ങളൊന്നും അവിടെ കണക്കുകൂട്ടാറില്ല. മറിച്ച് അവന് ലഭിക്കുന്ന ആകെ നോക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ മാർക്ക് 50-ൽ എത്ര മാർക്ക് കിട്ടി അല്ലെങ്കിൽ 100-ൽ എത്ര മാർക്ക് കിട്ടി എന്ന്. പക്ഷെ ആ ഒരു വിലയിരുത്തലല്ല നടത്തേണ്ടത്. പകരം ആ കുട്ടി പൊതുസമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നു, മറ്റു മുതിർന്ന പ്രായം ചെന്ന ആളുകൾക്ക് എങ്ങനെ പെരുമാറുന്നു, ഇതെല്ലാം നോക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള ആ കുട്ടിയുടെ ഒരു സ്വഭാവത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനത്തെ ഒരു സംസ്കാരം കൂടി വളർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിന് കുട്ടികൾക്ക് നല്ല ഒരു ലീഗലായിട്ടുള്ള അവയർനെസ് കൊടുക്കണം. അപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ഇത്തരത്തിലുള്ള ശിക്ഷ നമ്മുടെ നാട്ടുകളിലുണ്ട്, തെറ്റിന് ഇന്ന ശിക്ഷയാണുള്ളത്. അങ്ങനെ ആ ശിക്ഷയുടെ ഒരു വ്യാപ്തി അറിയുകയാണെങ്കിൽ തെറ്റ് ചെയ്യാൻ പോകുന്നവരെ പിന്തിരിപ്പിക്കാൻ പോലും മറ്റു കുട്ടികൾക്ക് കഴിയും. അപ്പോൾ തെറ്റിൽ നിന്ന് സ്വമേധയാ പിന്മാറുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും, തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെയും അതിൽ നിന്ന് പിന്മാറ്റാൻ പലപ്പോഴും ഒരു നിയമ ബോധവൽക്കരണം നൽകുകയാണെങ്കിൽ കഴിയും എന്ന് തന്നെ തോന്നുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ ഒരു പ്രാധാന്യം കുറയുകയും ഇതോടൊപ്പം തന്നെ ഈ ജാതി വർഗീയ സംഘടനകളുടെയൊക്കെ തന്നെ ഒരു സ്വാധീനം വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ നല്ല ശക്തമായി നിൽക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ഈ അക്രമങ്ങളൊക്കെ ഉണ്ടായാൽ അവർ ഇടപെടുകയും അവരുടെ ഒരു നിരീക്ഷണം എപ്പോഴും, അവിടുത്തെ വിദ്യാർത്ഥി നേതാക്കളുടെയൊക്കെ ഒരു നിരീക്ഷണം എപ്പോഴും ആ ക്യാമ്പസിനകത്തും ആ സ്കൂളിലെ മൊത്തം വിദ്യാർത്ഥികളിലും പതിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ലാതായത് ദോഷകരമായിട്ടുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടതായിട്ട് തന്നെ വരും. ഒരുപക്ഷെ മാനേജ്മെൻറ്റുകളും അല്ലെങ്കിൽ അധ്യാപകരൊന്നും അതിനോട് ചിലപ്പോൾ യോജിക്കുന്നുണ്ടാകില്ല. പക്ഷേ എന്താണെങ്കിലും ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇടയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ട് എങ്കിൽ പോലും ഈ വിദ്യാർത്ഥികളുടെ ആകെ ഉള്ള ഒരു പുരോഗതിക്കും അതോടൊപ്പം തന്നെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഒരു നേതൃശേഷിയൊക്കെ വളർത്തിയെടുക്കാനൊക്കെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു സഹായം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള തെറ്റുകളിലേക്കൊക്കെ പോകാനൊക്കെ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ കൂടെ ഒരു ആഡ് ചെയ്യട്ടെ. അതായത് ഒരു കുട്ടിക്ക് ഇപ്പോൾ ബിഹേവിയറിനെ പറ്റി പറഞ്ഞു, ബിഹേവിയർ ഡിസബിലിറ്റി എന്നാണ് അതിന് പറയുക. ഈ ബിഹേവിയർ ഡിസബിലിറ്റി എത്രത്തോളം മാതാപിതാക്കളാണെങ്കിലും നമ്മളാണെങ്കിലും
നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ളൊരു വ്യക്തി പെട്ടെന്നൊരു ഉൾവലിയൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. എന്തെങ്കിലും സങ്കടങ്ങളാണെന്ന് വെച്ചാൽ നമ്മൾ ഒഴിവാക്കി വിടുക ചെയ്യുക. അതേപോലെ അകാരണമായ ഉത്കണ്ഠ ഉണ്ടാകുന്ന പല കുട്ടികളുമുണ്ട്. പലപ്പോഴും നമ്മളുടെ കൂടെ നിന്നതിന് ശേഷം അവനെ പിന്നെ പെട്ടെന്ന് കാണാതാവുന്നു. അവൻ വീട്ടിൽ എവിടെയെങ്കിലും സ്വസ്ഥമായി പോയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള കുട്ടികളെ കണ്ടെത്തുകയാണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരുവാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും കൂടെയുള്ള കൂട്ടുകാരും തന്നെ ഇപ്പോൾ ഇല്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് അല്ല, പഴയൊരു കാലഘട്ടമല്ലെന്നേ. വിദ്യാർത്ഥികൾക്ക് വലിയ പ്രഷറാണ് ഉള്ളത്. നമ്മുടെയൊക്കെ പഠിച്ചിരുന്ന ഒരു കാലഘട്ടമല്ല ഇപ്പോൾ. കാരണം ഈ രക്ഷിതാക്കൾ വലിയ പണം മുടക്കിയാണ് ഈ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോലും ഇപ്പോൾ ചില സ്കൂളുകൾ അഡ്മിഷൻ മേടിക്കാൻ നല്ല പൈസ മുടക്കണം. പണം മാത്രം മുടക്കിയാൽ പോരാ, വലിയ സമ്മർദ്ദങ്ങൾ വേറെ കിട്ടിയെങ്കിൽ മാത്രമേ പല സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. മുമ്പൊക്കെ സർക്കാർ സ്കൂളുകളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. യാതൊരു സമ്മർദ്ദവും ഇല്ല കുട്ടിയുടെ പേരിൽ. അപ്പോൾ നല്ല മാർക്ക് മേടിക്കണം. കാരണം ട്യൂഷൻ ഫീസ്, വണ്ടി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് ചാർജിൻ്റെ ഫീസ്, അങ്ങനെ ഓരോന്നിനും ഒരുപാട് ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട് ഇപ്പോൾ മാതാപിതാക്കളെ. കാരണം എങ്ങനെ വലിയ ഒരു ആളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അതൊന്നും ചിലപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. ചില സ്കൂളുകളിലെ അവിടുത്തെ ഒരു പഠന സംവിധാനം, അവിടുത്തെ മറ്റു കുട്ടികളുമായിട്ടുള്ള ഒരു നിലവാരത്തിനനുസരിച്ചൊന്നും ചിലപ്പോൾ ഈ കുട്ടിക്ക് അവൻ ഫോളോ ചെയ്യണമെന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു സമ്മർദ്ദം അവൻ നേരിടേണ്ടി വരുന്നു. അപ്പോൾ ഈ സമ്മർദ്ദങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു മാനസിക സംഘർഷങ്ങളൊക്കെ മനസ്സിലാക്കാനും രക്ഷിതാക്കളും പലപ്പോഴും ശ്രമിക്കാറില്ല. രക്ഷിതാക്കൾ മാർക്കിൻ്റെ മാത്രമേ അവൻ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ പ്രതിഫലിക്കുന്നത് ഈ വിദ്യാർത്ഥി നേരിടുന്ന സമ്മർദ്ദവും ആ ഒരു സംഘർഷമൊക്കെ പ്രതിഫലിക്കുന്ന ചിലപ്പോൾ മറ്റു വിദ്യാർത്ഥികളുടെ പുറത്ത് കയറിക്കൊണ്ടായിരിക്കും. അവനോട് വിരോധമോ അല്ലെങ്കിൽ വിദ്വേഷമൊന്നും ഉണ്ടായതുകൊണ്ടായിരിക്കില്ല. പക്ഷെ അവൻ്റെ ആ ഒരു സമ്മർദ്ദമാണ്, അതിൽ സംഘർഷം, മാനസിക സംഘർഷം ഇങ്ങനെ ദിവസവും ഇങ്ങനെ കെട്ടിക്കിടക്കുക എന്ന് പറയില്ലേ, അതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇങ്ങനത്തെ ഈ രീതിയിലേക്ക് പ്രതിഫലിക്കുന്നത്. അത് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഈ പാഠ്യ സംവിധാനത്തിനും കഴിയാതെ പോകുന്നു. നമ്മൾ ഈ രാവിലെ തുടങ്ങിയാണ് ഇവൻ അതിരാവിലെ എഴുന്നേറ്റ് എഴുന്നേൽക്കണം, അതിനുശേഷം ട്യൂഷന് ശേഷം പഠനത്തിന് പോകണം, അത് വൈകുന്നേരം വരെ നിൽക്കുന്നു, അതിനുശേഷം ചിലപ്പോൾ ട്യൂഷൻ ഉണ്ടാകും. മുമ്പ് എന്നാന്ന് വെച്ചാൽ നമ്മൾ രാവിലെ 9 മണിക്ക് സ്കൂളിൽ ചെല്ലുന്നു, ഒരു 4 മണിയാകുമ്പോൾ കഴിയുന്നു. അത് കഴിയുമ്പോൾ ബുക്കും പുസ്തകം എവിടെയും കൊണ്ട് വയ്ക്കുന്നു, കളിക്കാൻ പോകുന്നു, നാട്ടിൻപുറത്ത് കളിക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ അപ്പോൾ അവൻ്റെ ആ കുട്ടിയുടെ ഒരു സംഘർഷവും പ്രയാസവും സങ്കടവും ഒക്കെ മാറും. അവിടെ ചെന്ന് കൂട്ടുകാരൊക്കെ കൂടി കളിച്ചും ചിരിച്ചൊക്കെ കഴിയുമ്പോൾ ആ പ്രയാസങ്ങൾ മാറും. ഇപ്പം അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഇല്ല. ആത്മഹത്യകളും കൂടുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് വന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ കൊറിയയിലുള്ള ഒരു സുഹൃത്ത് മരിച്ചതിലെ വേദനയിൽ +1 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ നാട്ടിൽ ഇത്രത്തോളം കയ്യെത്തും ദൂരത്തുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിട്ടും കൊറിയയിൽ ഉള്ള ഒരു സുഹൃത്ത്, അതും ഫോണിലൂടെ പരിചയപ്പെട്ട ഒരു സുഹൃത്ത് മരിച്ചതിൻ്റെ വിഷമത്തിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മളുടെ സമൂഹം അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ സംശയമാണ്. കാരണം വീടിൻ്റെ ഉള്ളിൽ പോലും ആ കുട്ടിയെ ചിലപ്പോൾ ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഒരു. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഈ ഫോണിന്റെ മുമ്പൊന്നും ഇങ്ങനത്തെ ഫോണിന്റെ ഇതൊന്നുമില്ല. ഇപ്പൊ ഈ ലോകത്ത് എവിടെ നടക്കുന്ന സംഭവം അവന്റെ കയ്യിൽ അപ്പം തന്നെ അറിയാൻ കഴിയും. ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽ സംഭവങ്ങളൊക്കെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് വരുന്നത്. എവിടെ കൊലപാതകം അതാണെങ്കിലും അക്രമങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ഈ പറയുന്ന കുട്ടിക്കും തോന്നും എനിക്കും ഇങ്ങനെ എന്തുകൊണ്ട് ആയിക്കൂടാ എന്നൊരു ചിന്ത ഉണ്ടാകും. കാരണം എപ്പോഴും അവൻ ഈ മുമ്പൊക്കെ നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവനിപ്പോൾ ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ മൊബൈൽ മാത്രമേ ഉള്ളൂ. അവൻ്റെ സങ്കടം തീർക്കാനും അവൻ്റെ സന്തോഷം കാണിക്കാനും ഒക്കെ ഈ ഒരു വാട്സപ്പോ അല്ലെങ്കിൽ മറ്റോ റീലോ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ വേറെ ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ കാണുന്നതെല്ലാം നല്ലതാണെന്ന് അങ്ങ് അംഗീകരിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികളും ഇതിനെ അങ്ങ് ഫോളോ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെയാണ് ഈ ഫോണിനകത്തും നെറ്റിനകത്തൊക്കെ വരുന്നത്. അത് ഒന്നും നല്ല കാര്യങ്ങളില്ലേ എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും നല്ല കാര്യങ്ങളൊന്നും സ്വീകരിക്കാൻ പലർക്കും മടിയാണ്. പക്ഷെ ഇത്തരങ്ങൾ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നതിനായിരിക്കും വലിയ താല്പര്യം. അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കുന്നു. അവന് ചെയ്യാം. അവൻ്റെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ അവൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പുറത്തായിരിക്കും അവനിതൊക്കെ കാണിക്കാനും പ്രവർത്തിക്കാനൊക്കെ കിട്ടുന്ന ഒരു അവസരം. അവനത് നന്നായി വിനിയോഗിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു സാധാരണ സംഭവമാണെന്ന് വിചാരിച്ചു പോവാണ്. ഇതൊക്കെ കോമൺ അല്ലേ? പിന്നെ മുമ്പൊക്കെ ഞാനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു തെറ്റിനകത്ത് ചെന്ന് ചേർന്നു അല്ലെങ്കിൽ തെറ്റിനകത്ത് പെട്ടു. അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നോക്കുമ്പോൾ അയ്യോ ഞാനൊരു തെറ്റ് ചെയ്തല്ലോ, ചെറിയൊരു തെറ്റാണെങ്കിൽ അത് എനിക്ക് വലിയൊരു മാനക്കേടായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഇപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല.
ഒരു കുഴപ്പം എനിക്ക് തോന്നുകയാണ്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു ഗൗരവമല്ലെന്നേ, അതൊക്കെ ഒരു നിസ്സാര സില്ലി കേസായിട്ട് അവർ ഇതൊക്കെ കാണുന്നുള്ളൂ. എന്ത് ക്രൂരമായ നടപടി ചെയ്താലും അതാണ് ഇപ്പോൾ ഈ അക്രമങ്ങളൊക്കെ കാണിച്ചു നോക്കൂ. ആ കുട്ടികൾക്കൊന്നും യാതൊരു മാനസിക ഒരു മനസ്സിനൊരു വിഷമോ ഒന്നുമില്ല. കാരണം ഞാനിങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, ഒരു ചിന്തയില്ല. മുമ്പൊക്കെ ആണെങ്കിൽ ചെറിയൊരു കാര്യം ചെയ്താൽ മതി, നമ്മളാകെ ഒരു ഭയങ്കര മാനസികമായിട്ട് ഡൗൺ ആയി പോകും. അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇപ്പം ആ കുട്ടികളെ സംബന്ധിച്ചുള്ള അങ്ങനത്തെ ഒരു കുറ്റബോധമേ ഇല്ല. എന്ത് ചെയ്താലും അവരോട് ചോദിച്ചു നോക്ക്. പോലീസൊക്കെ പലപ്പോഴും ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം പറയുന്ന വളരെ വിചിത്രമായിട്ടുള്ള മറുപടികളൊക്കെ ആയിരിക്കും പലപ്പോഴും നൽകുന്നത്. അതൊക്കെ ഈ അക്രമത്തിന് ഇടയാക്കുന്നുണ്ട്. കുട്ടികൾ തമ്മിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളും മിണക്കങ്ങളും ഒക്കെ സർവ്വസാധാരണമാണ്. എല്ലാ കാലത്തും ഇത് ഉള്ളത് തന്നെയാണ്. എന്നിരുന്നാലും ഈ അടുത്ത കാലങ്ങളിലായി കുട്ടികൾ തമ്മിലുള്ള ഒരു വൈരാഗ്യ ബുദ്ധി കൂടി വരുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയിക്കേണ്ട യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് കുട്ടികളെ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അവരെ വലിയ ശിക്ഷകൾ നൽകി നമ്മൾ അകറ്റി നിർത്തുകയോ ചെയ്യാതെ അവരെ നമുക്ക് ചേർത്ത് നിർത്താം, അവരെ നമ്മളോടൊപ്പം നിർത്താം. അവർക്ക് പറയാനുള്ളതും അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ നമുക്ക് അവരുടെ ഒപ്പം നിന്ന് അവർക്ക് പറയാനുള്ളത് കേൾക്കുവാൻ നമുക്ക് ഒരു ആളായി തന്നെ അവരോടൊപ്പം ചേർന്ന് നിൽക്കാം. അതുപോലെ തന്നെ വലിയ തെറ്റുകൾ ചെയ്യുന്നവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകിക്കൊണ്ട് തന്നെ അവരെ നമുക്ക് തിരുത്താനാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വലിയൊരു മാതൃകയായി മാറട്ടെ എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. ഇന്നത്തെ ഈ നിലപാട് ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി.